തോമസ് കഥ എഴുതി സംവിധാനം ചെയ്ത് ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഇമോഷണൽ ഡ്രാമ ത്രില്ലർ സിനിമയായിരുന്നു എബ്രഹാം ഓസ്ലർ എന്നുള്ളത്. സിനിമയ്ക്കുള്ളിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് ജയറാം, ജഗദീഷ്, അതുപോലെ തന്നെ സർപ്രൈസ് ആയിരുന്നു. ഇനി സർപ്രൈസ് അല്ല, എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. മാനുവൽ തോമസ് തന്നെ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെയൊക്കെ തന്നെ പോസ്റ്റും ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക ഉൾപ്പെടെയുള്ള താരനിരകളൊക്കെയുള്ള ഒരു ചിത്രം തന്നെയാണ്. എന്തായാലും സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത്യാവശ്യം നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്ന ഒരു സിനിമ കൂടിയാണ് കേട്ടോ. എന്തായാലും ചിത്രത്തിൻ്റെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനുള്ളിലൊരു സീരിയൽ കില്ലറുണ്ട്. അദ്ദേഹത്തെ വിളിക്കുന്നത് ബർത്ത്ഡേ കില്ലർ എന്നാണ്. എന്തായാലും അദ്ദേഹം നടത്തുന്ന കുറച്ച് കൊലകൾ അത് അന്വേഷിക്കാൻ ഇറങ്ങുന്ന നമ്മുടെ ചിത്രത്തിലെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള കഥാനായകൻ. ഇതാണ് ബേസിക് ആയിട്ടുള്ള പ്ലോട്ട് എന്നുള്ളത്. ഇനി ആരാണ് കില്ലർ, എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു എന്നൊക്കെ തന്നെ കാണിച്ചു തരുന്നതാണ് ആ ഒരു ഫോർമാറ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ കഥ എന്നുള്ളത്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ കൊടുക്കാതെ പോവുകയാണെങ്കിൽ ഒരു വൺ ഡേ വാച്ചബിൾ സിനിമ തിയേറ്ററിലിരുന്ന് കണ്ട് ഇറങ്ങാൻ സാധിക്കുന്ന ടൈപ്പ് ഒരു ചിത്രമാണെന്ന് പറയാൻ സാധിക്കും ഈ ഒരു എബ്രഹാം ഓസ്ലറിനെ പറ്റി. ഇപ്പം ഇതിൻ്റെ കഥ തിരക്കഥയൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കഥയ്ക്കുള്ളിൽ വലിയ പുതുമയുണ്ടായിരുന്നു എന്നൊന്നും പറയാൻ സാധിക്കില്ല. ആ ടോട്ടാലിറ്റിയൊക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് കേട്ട് ശീലിച്ചിട്ടുള്ള ഒരു ടൈപ്പ് കഥ തന്നെയാണ്. എങ്കിലും തിരക്കഥയിലൂടെയൊക്കെ അത് അവതരിപ്പിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ ഒരു സിനിമ പ്രസൻറ്റിൽ കുറേ കൊലപാതകങ്ങൾ നടക്കുന്നു, ശേഷം ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ പ്രസൻറ്റിൽ നടക്കുന്ന കൊലപാതകങ്ങൾ അത്യാവശ്യം ത്രില്ലിംഗ് ആയിരുന്നു. നമുക്ക് അത്യാവശ്യം ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത് ആരാണ് ഇത് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, ഈ ത്വര പ്രേക്ഷകരിലേക്ക് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ആ ഒരു തിരക്കഥക്കൊക്കെ തന്നെ അത്യാവശ്യം സാധിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വലിയ മുഷിപ്പായിട്ട് നമുക്ക് സിനിമ തോന്നില്ല. അതാണ് സിനിമയുടെ ആദ്യത്തെ ഹൈലൈറ്റ് വശം എന്നുള്ളത്. രണ്ടാമതായിട്ട് പ്രകടനങ്ങൾ എന്നുള്ളൊരു കാര്യമാണ് പറയേണ്ടത്. ഇതിൽ മമ്മൂക്കയുടെ പ്രകടനം തന്നെയാണ് പറയേണ്ടത്. മമ്മൂക്കയുടെ പ്രകടനം എന്നുള്ളൊരു കാര്യമല്ല, അദ്ദേഹം ഈ ഒരു സിനിമയ്ക്കുള്ളിലേക്ക് എത്തുമ്പോൾ, അതായത് സെക്കൻഡ് ഹാഫിലാണ് അദ്ദേഹം എത്തുമ്പോഴത്തേക്കും സിനിമ ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, വലിയ ഒരു ഫസ്റ്റ് ഹാഫൊക്കെ എടുക്കുകയാണെങ്കിൽ സിനിമ വലിയൊരു മാരക എക്സ്പീരിയൻസ് ഒന്നും നൽകുന്നുണ്ടായിരുന്നു എന്നൊന്നും പറയാൻ സാധിക്കില്ല. സിനിമ പക്ഷേ ബോറല്ല, നമ്മളിങ്ങനെ ഫ്ലോയ്ക്ക് കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ വലിയൊരു ഗൂസ് ബംസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒന്നും സിനിമയ്ക്കുള്ളിലുണ്ട് എന്നൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഇദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ വരുമ്പോഴത്തേക്കും തിയേറ്ററിൽ അതുവരെ സൈലൻ്റ് ആയിരുന്നു. തുടക്കം തൊട്ട് ആ ഒരു ടൈം മൊമെൻറ്റ് വരെ എല്ലാവരും സിനിമ ഇങ്ങനെ കണ്ടാസ്വദിച്ചിരിക്കുന്നു. വലിയ വാവ് ഫാക്ടർ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ വലിയ ഓളമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ക്യുക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ തിയേറ്റർ കുലുങ്ങി മറിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനൊക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നല്ല രീതിയിൽ ബിൽഡപ്പ് ഒക്കെ ചെയ്ത ആ കഥാപാത്രത്തെ എടുത്തിട്ട് കറക്റ്റ് പോയിന്റിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ കൊണ്ട് വെക്കുകയാണ്. അത് ആ ഒരു ടൈമിലെ BGM, ആ ഒരു DOP കാഴ്ചയാകട്ടെ, ആ മേക്കിംഗ് തന്നെ നല്ല രസമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സീനിലെ ആ ഒരു മേക്കിംഗ് എന്നുള്ളത്. അതുപോലെ ജയറാം ആകട്ടെ, ജഗദീഷ് ആകട്ടെ, കൂടാതെ മമ്മൂക്കയുടെ ഒരു പാസ്റ്റിലെ ക്യാരക്ടറുണ്ട്. ഒരു പഠിക്കുന്ന കാലഘട്ടത്തിലെ ഒരു കഥാപാത്രമുണ്ട്. കഥാപാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ബാല്യം ചെയ്തിരിക്കുന്നു. ഓക്കെ, ആ ഒരു ആക്ടറിൻ്റെ പ്രകടനമൊക്കെ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പേരെനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. അങ്ങനെ ഓവറോൾ പ്രകടനങ്ങളൊക്കെ തന്നെ ഗംഭീരമായിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നയാൾ വലിയ മാരകമായിരുന്നു എന്നൊന്നും തന്നെ പറയാൻ എനിക്ക് തോന്നിയില്ല. ക്യാഷ്വലായിട്ടുള്ള പ്രകടനം തന്നെയാണ് എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന് പറയാൻ സാധിക്കും. പിന്നെ ക്വാളിറ്റി സൈഡിലേക്ക് എത്തുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ ടെക്നിക്കൽ ക്വാളിറ്റീസും സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. BGM ആകട്ടെ, ക്യാമറ കാഴ്ചയാകട്ടെ, ഇതൊക്കെ തന്നെ അത്യാവശ്യം ഒരു നിലവാരം പുലർത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതും വസ്തുത തന്നെയാണ്. അപ്പോൾ ഓവറോൾ പറയുമ്പോൾ ഇതൊക്കെയാണ് സിനിമ എന്നുള്ളത്. ഇതൊക്കെയാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള വശങ്ങൾ എന്നുള്ളത്. പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് സിനിമ ബേസിക്കലി ഇതൊരു ഇമോഷണൽ ഡ്രാമ ത്രില്ലറാണെന്നുള്ള രീതിയിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമോഷൻസ് എന്നുള്ളത് ഇതിൻ്റെ ഫ്ലാഷ് ബാക്ക് രംഗങ്ങൾ എന്നുള്ളതാണ്. അതിലൊന്നും തന്നെ അത്രയും വലിയ ഇമോഷൻസ് ഒക്കെ എനിക്ക് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ജസ്റ്റ് ഒരു ഓക്കെ ഫീലാണ് മൊത്തത്തിൽ സിനിമ കണ്ടു തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നൽകിയത്. കുറച്ചുകൂടി സ്റ്റോറി കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു, അല്ലെങ്കിൽ ആ ഫ്ലാഷ് ബാക്ക് രംഗങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടി പ്രേക്ഷകരുമായിട്ട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇമോഷണലി കുറച്ചുകൂടി കണക്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അതൊക്കെ അവതരിപ്പിക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി സിനിമ ബെറ്റർ ആയതിനെ. കാരണം എന്നുള്ളത് സിനിമയുടെ മുഖ്യ പോയിന്റ് എന്നുള്ളത് ആ ഒരു ഫ്ലാഷ് ബാക്കാണ്. അതിനെ തുടർന്നാണ് സിനിമയുടെ കഥ മൊത്തത്തിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിന് അത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാണ്, എങ്കിലല്ലേ നമുക്കത് പേഴ്സണലി കണക്റ്റ് ആവുള്ളൂ. ഓക്കെ, എന്തായാലും തീർത്തും മോശമാണെന്ന് പറയുന്നില്ല, എന്നാൽ വലിയ മാരകമാണെന്നും പറയുന്നില്ല. എന്തായാലും ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ഇനി ഒന്നും കൂടി ഞാൻ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉദ്ദേശം ഒന്നാണ്, മമ്മൂക്കയുടെ ഇൻട്രോ ഒന്നുകൂടെ കാണാൻ വേണ്ടിയാണ്. പറ്റുമെങ്കിൽ ഈ ഞായറാഴ്ചയൊക്കെ തിരക്കുള്ള ഹൗസ്ഫുൾ ഷോസിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ട്. എന്തായാലും ഒന്ന് കണ്ടിരിക്കാം. ഓക്കെ, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 6.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്, 10 6/5. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ടാണ്. ബൈ.